ഹായ്, എൻ്റെ പേര് കൈലാസ് എന്നാണ്. ഞാൻ ഇപ്പോൾ ഫ്രാൻസിലാണുള്ളത്. ഇപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ മാസ്റ്റേഴ്സ് ചെയ്യാനായിട്ട് വന്നതാണ്. മാസ്റ്റേഴ്സ് ഇപ്പം കഴിയാറായി. അപ്പോൾ ഇനി എനിക്കൊരു 6 മാസം ഇൻറ്റേൺഷിപ്പ് കൂടെ ഉണ്ട്. അതുകൂടെ കഴിഞ്ഞാൽ മാസ്റ്റേഴ്സ് കഴിയും. ഇപ്പം അങ്ങനെ ഇപ്പം ഏകദേശം ഇപ്പം എൻ്റെ കോഴ്സ് കഴിഞ്ഞ് ഇനി ഇൻറ്റേൺഷിപ്പ്, അതിൻ്റെ ഗ്യാപ്പിൽ ഇപ്പോൾ ഫ്രീ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് ഞാൻ ഒരു യൂട്യൂബ് വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇതെൻ്റെ ആദ്യത്തെ വ്ളോഗാണ്. വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇപ്പോൾ ഫസ്റ്റ് വ്ളോഗായതുകൊണ്ട് ഇവിടെ എൻ്റെ വീടിൻ്റെ അടുത്തെന്ന് പറഞ്ഞാൽ ഒരു 4-5 കിലോമീറ്റർ ഉണ്ട്. ഇവിടെ ബിസ്ട്രോ ഉണ്ട്. ബിസ്ട്രോ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫ്രാൻസിൽ ചെറിയ റെസ്റ്റോറൻറ്റ്, വൈനൊക്കെ സർവ് ചെയ്യുന്ന ചെറിയ റെസ്റ്റോറൻറ്റ് ബിസ്ട്രോ എന്നാണ് പറയുന്നത്. അങ്ങോട്ടാണ് പോണേ. ഒരു 5-6 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഞാൻ നടന്നാണ് പോണത് അങ്ങോട്ട്. അല്ലാതെ എനിക്കിവിടെ ട്രാവൽ ചെയ്യാൻ വേണ്ടി പാരീസിൻ്റെ അകത്ത് ട്രാവൽ കാർഡുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്യുന്നില്ല. കാരണം ഇവിടെ നടന്ന് കുറച്ച് എളുപ്പമാണ് പോകാൻ, കുറേ കാര്യങ്ങൾ കാണുകയും ചെയ്യാം. അപ്പം ഈ ബിസ്ട്രോയിലോട്ട് പോയാൽ ഇതൊരു കുന്നിൻ്റെ മേളിലാണ് ഈ ബിസ്ട്രോ. അപ്പം അതിൻ്റെ നടുക്കൊരു കുന്നിൻ്റെ അവിടെ ഒരു പാർക്കുണ്ട്. അപ്പോൾ ആ പാർക്ക് വഴി ക്രോസ് ചെയ്താണ് ഞാൻ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ ആ പാർക്കിൻ്റെ അകത്താണ്. പാർക്കെന്ന് പറഞ്ഞാൽ പാരീസിൽ ഇങ്ങനെ ഒരുപാട് പാർക്കുകളുണ്ട്. ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ആൾക്കാർ ജോഗിങ്ങിനും അവരുടെ പട്ടികളെയൊക്കെ നടക്കാനൊക്കെ കൊണ്ടുവരുന്ന ഈ പാർക്കിലാണ്. ഇത് നല്ല മനോഹരമായിട്ടുള്ള പാർക്ക് തന്നെ. ഞാനിപ്പോൾ പാർക്കിൻ്റെ മേളിൽ കയറി. പിന്നെ ഈ ബിസ്ട്രോയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ ചിക്കൻ ലെഗും ഫ്രൈസും കിട്ടും, ഫ്രഞ്ച് ഫ്രൈസും കിട്ടും. പിന്നെ അത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ചീപ്പായിട്ടുള്ള വിലയ്ക്കാണ് കൊടുക്കുന്നത്. ഒരു €6 80 സെൻറ്റാ 90 സെൻറ്റാണ് അതിൻ്റെ വില. അത് ഇവർ തുടങ്ങിയപ്പോൾ തൊട്ടേ ഇതേ വിലയ്ക്കാണ് കൊടുക്കുന്നത്. ഭയങ്കര ഫേമസാണ്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു പ്രൈസിൽ ചെറിയൊരു ഫ്രഞ്ച് റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് ഡൈനിങ് ചെയ്യുന്ന എക്സ്പീരിയൻസ് കിട്ടും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ എത്താറായെന്ന് തോന്നി. ഇനി ഒരു കിലോമീറ്റർ കാണും. ഞാൻ പഠിക്കുന്ന അമേരിക്കൻ ബിസിനസ് സ്കൂൾ എന്ന പേരുള്ള കോളേജിലാണ്. പക്ഷെ ഇപ്പോൾ അവർ പേര് മാറ്റി അമേരിക്കൻ ബിസിനസ് കോളേജ് എന്നാക്കി. ഞാൻ ചെയ്യുന്ന കോഴ്സ് IT ആൻഡ് ഡേറ്റ മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ ഞാൻ പഠിച്ച കോഴ്സ് വെച്ച് തന്നെ ഇൻറ്റേൺഷിപ്പ് ചെയ്യണം. എന്നാലേ അടുത്ത് എൻ്റെ വിസയ്ക്ക് പിന്നെ പ്രോബ്ലം ഒന്നും ഉണ്ടാകാതിരിക്കും. ബിസ്ട്രോ എത്താറായിട്ടുണ്ട്. അല്ല, റെസ്റ്റോറൻറ്റ് എത്താറായിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ റെസ്റ്റോറൻറ്റ്. ലെബാ ഫ്ലൂറി. ഇതിൻ്റെ ചുറ്റും കാണിച്ചു തരാം. കുറച്ച് പേര് ഇരിക്കുന്നുണ്ട്. ഇവിടെ പുറത്തും ഡൈനിങ് ഉണ്ട്. ഇവിടുത്തെ എല്ലാ റെസ്റ്റോറൻറ്റിലും ഉണ്ട്. അതായത് പുലെ ഫർമിയ റൊട്ടി നൈസ്. ഇതാണ് ഞാൻ വാങ്ങിക്കാവുന്ന ഐറ്റം. ഞാൻ റെസ്റ്റോറൻറ്റിൻ്റെ അകത്താണിപ്പോൾ. ഇതാണ് റെസ്റ്റോറൻറ്റ് ഇൻറ്റീരിയർ. ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാൻ ആർക്കും കൊണ്ടുവരുന്നുണ്ട്. അതെനിക്കല്ല, അത് ഇതിന് മുമ്പ് ഓർഡർ ചെയ്തവർക്കാണ്. എനിക്കുള്ള ഉടനെ വരും. ഇവിടെ വേറെ കുറേ ഐറ്റംസ് ഉണ്ട്. എല്ലാം ഒരുവിധം നമ്മളെ കൊണ്ട് ഓക്കെ ആയിട്ടുള്ള പ്രൈസ് തന്നെ. വൈന്, ബിയർ എല്ലാം ഉണ്ട് ഇവിടെ. അതാ എനിക്കുള്ള ഫുഡ് എത്തിയിട്ടുണ്ട്. ഇതാണ് സംഭവം. ചിക്കൻ്റെ എനിക്ക് ചെസ്റ്റ് പീസും പിന്നെ ഫ്രഞ്ച് ഫ്രൈസും പിന്നെ കൂടെ ബഗറ്റും, കട്ട് ചെയ്ത ബഗറ്റും. ഇതാണ് €6 86 സെൻറ്റിന് ഇവിടെ കിട്ടുന്നത്. ഇത് നമ്മുടെ നാട്ടിലെ എന്തോ മറ്റേ ഷവായ പോലെയൊന്നുമല്ല.
പക്ഷെ വേറെ ടേസ്റ്റാണ്, കുറച്ചും കൂടെ റോ ടേസ്റ്റ് കിട്ടും. മസാലയൊക്കെ ഇതിൽ വളരെ കുറവാണ്. ഫ്രഞ്ച് ഫ്രൈസ് കൊള്ളാം, നല്ല കറുമുറാണ്. ചിക്കൻ ഞാൻ അതാ സോസിൽ മുക്കിയിട്ട് കൊള്ളാം. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഗ്രേവി തന്നെ, പക്ഷേ കുറച്ചും കൂടെ ലൈറ്റായിട്ടുള്ള ഫ്ലേവറുള്ളൊരു ഗ്രേവി കഴിക്കണ പോലെയുണ്ട്. വേറെ കൊള്ളാം. ചിക്കൻ്റെ കൊള്ളായിരിക്കില്ല, ചിക്കൻ്റെ ഫ്ലേവറും കൂടെയുള്ള, ചിക്കൻ്റെ കൊഴുപ്പും കൂടെയുള്ള ഗ്രേവി കഴിക്കുന്ന ടേസ്റ്റാണ്. ബാക്കിയുള്ള ചാറ് ഞാൻ ബകറ്റ് മുട്ടിരിക്കാൻ പോകും. ഞാൻ ദാ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി തിരിച്ച് പാർക്ക് വഴി താഴെ ഇറങ്ങിയിട്ട് താഴെ നിന്ന് മെട്രോ എടുത്ത് പോകാൻ പോവുകയാണ്. ഫുഡ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, എനിക്ക് നല്ല അടിപൊളിയായിട്ട് തോന്നി. പിന്നെ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും വിഷ്വൽസ് ഒന്നും വ്ളോഗില്ല, കാരണം കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം എനിക്കത് എടുക്കാനില്ല. അവിടെ എല്ലാ ആൾക്കാരും കൂടെ അവിടെ മേളിൽ കിളി വന്നിരിക്കുന്നത് നോക്കും, ഒരുപാട് പേര് അവിടെ നോക്കും. എനിക്ക് കുറച്ച് സാങ്കേതിക പ്രശ്നം കൊണ്ട് ഫുഡ് കഴിക്കുന്ന എടുക്കാൻ പറ്റിയില്ല. ക്യാമറയ്ക്ക് ട്രൈപ്പോഡില്ലാത്തതുകൊണ്ട് കടിച്ചു പിടിച്ചിരുന്ന് വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. ഇവിടുത്തെ പാർക്കുകളിലെല്ലാം പബ്ലിക് ജിമ്മുണ്ട്, ഇവിടെ ഇപ്പോൾ ഇല്ല. എന്നാലും എല്ലാ സ്ഥലത്തും ഒരു പാരീസിൽ ഒരു മിനിമം ഒരു 50 അടുത്തെങ്കിലും പബ്ലിക് ജിമ്മുകൾ കാണും. എല്ലാവരും ഒരുപാട് പേര് അവിടെ വർക്കൗട്ട് ചെയ്യാൻ വരും. ഫ്രീ ആണ്, എല്ലാ ആൾക്കാർക്ക് ആക്സസ് ഉണ്ട്, അടിപൊളിയാണ്. ഞാൻ ആ മെട്രോയിലെത്തി. അപ്പോൾ ശരി, അടുത്ത വീഡിയോ വരെ ബൈ.